അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് പിന്നോക്ക സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തുന്നവരായി ഡോക്ടർ അംബേദ്കറെ സഭയിൽ വെച്ചിലൂടെ പരസ്യമായി അപമാനിച്ച ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷാ രാജിവെക്കണം ഇവിടെ ആവശ്യപ്പെടുകയാണ്. അംബേദ്കറെ പോലുള്ള ഭരണഘടനാ ശില്പിയെ അനുദിനം പ്രധാനമന്ത്രിയാണെങ്കിലും ആഭ്യന്തരകാര്യമന്ത്രിയാണെങ്കിലും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും അതുപോലെ ചർച്ചകളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമിത്ഷാ ആഭ്യന്തരകാര്യമന്ത്രി കൂടിയാണ്. അമിത്ഷാ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് അംബേദ്കർ എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. അവർ അതിനു പകരം ദൈവനാമം ഉപയോഗിച്ചിരുന്നെങ്കിൽ 7 ജന്മവും സ്വർഗം നേടിയേനെ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട. ഈ നിമിഷം വരെ അത് തിരുത്താനോ അല്ലെങ്കിൽ ആ പ്രസംഗത്തെ തള്ളി പറയാനോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ BJP തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രണ്ട് സഭയിലും പ്രതിപക്ഷം ഒരുമിച്ച് ഈ വിഷയം ഉയർത്തിയത്. തൊട്ടടുത്ത ദിവസം പാർലമെന്റ് മന്ദിരത്തിലെ കവാടത്തിൽ പ്രതിപക്ഷ നില ഒരുമിച്ച് സമരം നടത്താൻ തീരുമാനിച്ചപ്പോൾ BJPയുടെ സർവ്വസന്നാഹം ഉപയോഗിച്ചുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു, പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അതുപോലെ അമിത്ഷായുടെ പ്രസംഗം വന്ന ആ ക്ലിപ്പിംഗ് പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചു.